സത്യത്തിലും ആത്മാവിലും ആരാധന, നിത്യദൈവ പിതാവിന് ആരാധന. ഹല്ലേലൂയ. ഏവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം. നാം നമ്മുടെ ആത്മീക ജീവിതത്തിലെ തടസ്സങ്ങളെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നല്ലോ. വീണ്ടും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളിൽപ്പെട്ടതാണ് അന്യദൈവങ്ങൾ. ആദിമ മനുഷ്യനായ ആദാമിനോട് ദൈവത്തിന് പറയേണ്ടി വന്നില്ല അന്യദൈവങ്ങളെ ആരാധിക്കരുത് എന്ന്. കാരണം അതിനു മുൻപ് അന്യദൈവങ്ങളില്ല. എന്നാൽ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുന്നത് അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ നടുവിൽ നിന്ന് സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതിനു വേണ്ടിയാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ആദ്യ കൽപ്പന ദൈവം പറയുമ്പോൾ ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്നായിരുന്നു. എന്നാൽ മോശയെ ദൈവം പർവ്വതത്തിലേക്ക് വിളിച്ച് കർത്താവിന്റെ യഹോവയായ ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് എഴുതിയതായ ആ കൽപ്പന, 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞതായ കാര്യമാണ് ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത്. ബാക്കി ന്യായപ്രമാണങ്ങളും എല്ലാം ദൈവം പറഞ്ഞുകൊടുത്ത് മനുഷ്യരാൽ എഴുതപ്പെട്ടതാണ്. എന്നാൽ ഈ 10 കൽപ്പനകളിൽ ഈ അന്യദൈവങ്ങളെ കുറിച്ച് കർത്താവ് തന്റെ വിരലുകൾ കൊണ്ട് തന്നെയാണ് എഴുതി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ മോശ അതും പ്രാപിച്ച് പർവ്വതത്തിൽ നിന്ന് അടിവാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അഹരോന്റെ നേതൃത്വത്തിൽ കാളദേവനെ ഉണ്ടാക്കിക്കൊണ്ട് ആരാധിക്കുന്ന ആരാധനയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. മുസ്ലിമിന്റെ ദേവനായിരുന്നു കാള. അതേപോലെ ഗ്രീക്കുകാർക്ക് ആ ജ്ഞാനികളായ മനുഷ്യരും, മുസ്ലിമർക്ക് മൃഗങ്ങളും, അസീറിയക്കാർക്ക് പക്ഷികളും, വിജാതിയർക്ക് ഇഴജാതികളുമൊക്കെ പിന്നീട് അവരുടെ ആരാധനാമൂർത്തികളായിട്ട് മാറുവാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 1:23 അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയോട് രൂപസാദൃശ്യമാക്കി കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആരെ ആരാധിക്കരുത് എന്ന് വളരെ കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പ്രമാണമുണ്ട്. പിശാചിനെ ആരാധിക്കുവാനായിട്ട് പാടില്ല. യേശു കർത്താവിന്റെ അടുക്കൽ അവൻ ആരാധന തട്ടിയെടുക്കുവാൻ കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചിരിക്കുമ്പോൾ കടന്നു ചെല്ലുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവ് അവനെ വചനം കൊണ്ട് നേരിട്ട് ശാസിച്ചയക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഒന്നാമത് പിശാചിനെ ആരാധിക്കാൻ പാടില്ല. 2, ആകാശ സൈന്യങ്ങളായ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവയെ ആരാധിക്കുവാനായിട്ട് പാടില്ല എന്ന് ആവർത്തനം 4:19 പറയുന്നുണ്ട്. അപ്പസ്തോലന്മാരെ ആരാധിക്കുവാനായിട്ട് പാടില്ല. നമുക്കറിയാം ബർന്നബാസിനെയും അതേപോലെ പൗലോസിനെയും ആ ലൂസ്രയിലെ മുടന്തനെ സൗഖ്യമാക്കിയപ്പോൾ ബർന്നബാസിന് ഇന്ദ്രനെന്നും അതേപോലെ പൗലോസിന് ബുധനെന്നും ഒക്കെ പേരിട്ടുകൊണ്ട് അവരാരാധിക്കുവാനായിട്ട് ശ്രമിക്കുന്ന അനുഭവങ്ങള് അപ്പസ്തോല പ്രവർത്തികള് അതിന്റെ 14:8 മുതൽ 15 വരെയുള്ള ഭാഗത്തും, അതേപോലെ അപ്പസ്തോല പ്രവൃത്തി 10:25 വാക്യത്തിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവരെ ആരാധിക്കുവാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളും ഒക്കെ നമുക്കറിയാം. എന്നാൽ അവരതിനെ വിലക്കുന്നതാണ് ഇവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, 4ാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ മാലാഖമാരെ ആരാധിക്കരുത് എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോഹന്നാന് ആ വെളിപ്പാടെല്ലാം ഉണ്ടായപ്പോൾ ആ ദൂതന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുവാൻ തുടങ്ങുമ്പോൾ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ പറഞ്ഞു വിലക്കുന്നതെല്ലാം അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേപോലെ 5ാമത് മൃഗങ്ങൾ, പക്ഷികൾ, ഇഴജാതി ഇവകളെ ആരാധിക്കാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞ റോമാലേഖനം 1:21 നമുക്ക് 23 ഒക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ 6ാമത് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് പുറപ്പാട് പുസ്തകം 20 വ്യക്തമായി പറഞ്ഞിരിക്കുന്നതും കാണുവാൻ കഴിയുന്നതാണ്. 7ാമത് നമ്മുടെ സ്വയത്തെ നമ്മൾ ആരാധിക്കുവാനായിട്ട് പാടില്ല.
അതും ചിലപ്പോൾ സ്വയ ആരാധനകളുമായിട്ട് ശത്രു കൊണ്ടുവരുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇങ്ങനെയുള്ള അന്യാരാധനകളൊന്നും പാടില്ല, ഇതെല്ലാം ജാതികളുടെ മ്ലേച്ഛതകൾ മാത്രമാണ് എന്നാണ്. ആവർത്തന പുസ്തകം 18:9 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് മ്ലേച്ഛത, വഷളത്വം തുടങ്ങിയ പദങ്ങളിലൊക്കെയാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ സത്യത്തിലും ആത്മാവിലും നമ്മൾ ദൈവത്തെ അഥവാ സർവശക്തനായ ദൈവത്തെ ആരാധിക്കേണ്ടുന്നവരാണ്. ദൈവത്തിന് മാത്രം കൊടുക്കേണ്ടുന്ന ആരാധന തട്ടിയെടുക്കുവാൻ വിവിധ ആരാധന മൂർത്തികൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്ന ഈ കാലഘട്ടത്തില് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അങ്ങനെയുള്ള സകല തടസ്സങ്ങളെയും, ആത്മീയ ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുന്ന സകല തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആരാധിച്ച് മുൻപോട്ട് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിലും ആത്മാവിലും ആരാധന, നിത്യദൈവ പിതാവിന് ആരാധന, 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 ആത്മാവം ദൈവത്തിന് ആരാധന, ആരാധന, സ്തോത്രം ആരാധന, യേശു കർത്താവിന് ആരാധന. സത്യത്തിലും ആത്മാവിലും ആരാധന, നിത്യദൈവ പിതാവിന് ആരാധന, 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 ആത്മാവം ദൈവത്തിന് ആരാധന, ആരാധന, സ്തോത്രം ആരാധന, യേശു കർത്താവിന് ആരാധന. ചങ്കിലെ ചോര ഊറ്റിത്തന്നു തങ്കത്തിരുദേഹി വൻബലിയ, സങ്കടങ്ങൾ തീർത്ത പ്രാണനത, വൻകടങ്ങൾ തീർത്ത പ്രാണപ്രിയ, സങ്കടങ്ങൾ തീർത്ത പ്രാണനത, വൻകടങ്ങൾ തീർത്ത പ്രാണപ്രിയ. സത്യത്തിലും ആത്മാവിലും ആരാധന, നിത്യദൈവ പിതാവിന് ആരാധന, 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 ആത്മാവം ദൈവത്തിന് ആരാധന, ആരാധന, സ്തോത്രം ആരാധന, യേശു കർത്താവിന് ആരാധന. ഇന്നലെക്കാളെനിക്കെന്തു ബോധം, കർത്തനോടൊത്തുള്ള വാസമോർത്താൻ വനമതിൽ വന്നു ചേർക്കുവോളം, ആശയോടെ സ്തോത്രം ആരാധന, വനമതിൽ വന്നു ചേർക്കുവോളം, ആശയോടെ സ്തോത്രം ആരാധന. സത്യത്തിലും ആത്മാവിലും ആരാധന, നിത്യദൈവ പിതാവിന് ആരാധന, 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 ആത്മാവം ദൈവത്തിന് ആരാധന, ആരാധന, സ്തോത്രം ആരാധന,